ഇതിനു മുന്നേ രാജ്കുമാർ റാവുവിനൊപ്പം നേതാജി സുഭാഷ് ചന്ദ്രബോസിന്റെ ബയോപിക് സീരീസ് സംവിധാനം ചെയ്തിട്ടുള്ള പുൽക്കിത്ത് സിനിമയ്ക്ക് ഒരു വിഷ്വൽ എസ്തെറ്റിക് ഇംപ്രസീവായ രീതിയിൽ കൊണ്ടുവരുന്നുണ്ട്. നാടകീയമായ നിമിഷങ്ങളിൽ സാച്ചുറേറ്റഡ് ആയിട്ടുള്ള കളറുകളും പിന്നെ കാലഘട്ടം പുനഃസൃഷ്ടിക്കാൻ പാകത്തിന് റസ്റ്റിക് ആയിട്ടുള്ള വിഷ്വൽ ടെക്സ്ചറും പുള്ളി ഉപയോഗിക്കുന്നുണ്ട്. പക്ഷേ കുഴപ്പം എഴുത്തിലാണ് കിടക്കുന്നത്. സിനിമയുടെ ഒരു സ്ഥലത്ത് അറ്റാക്കുകൾ ഒഴിവാക്കാൻ വേണ്ടി മാലിക് തൻ്റെ ഏരിയയിലുള്ള ആരുടെയെങ്കിലുമൊക്കെ ടെറസിൻ്റെ മുകളിലാണ് കിടക്കുക എന്ന് കാണിക്കുന്നുണ്ട്. ഇതുപോലത്തെ കാര്യങ്ങളൊക്കെ കുറച്ചുകൂടെ നല്ല രീതിയിൽ പ്രാധാന്യം കൊടുത്തുകൊണ്ട് തിരക്കഥയിൽ ഉപയോഗിച്ചിരുന്നുവെങ്കിൽ ഇതിൻ്റെ വേൾഡ് ബിൽഡിങ്ങിന് ഒരു പ്രത്യേകത ഉണ്ടാവുമായിരുന്നു. അതുപോലെ തന്നെ ഈ സിനിമയിലെ ഒരു പ്രധാനപ്പെട്ട വില്ലനാണ് പ്രൊസേൻജിത്ത് ചാറ്റർജി അവതരിപ്പിക്കുന്ന പ്രഭുദാസ് എന്ന പോലീസ് ഉദ്യോഗസ്ഥൻ. എൻകൗണ്ടർ സ്പെഷ്യലിസ്റ്റ് എന്നൊക്കെ പറഞ്ഞ് കൊണ്ടുവന്നിട്ടുള്ള ആള് മാലിക് ചെറുതായിട്ടൊന്ന് പേടിപ്പിച്ചപ്പോഴേക്കും ടെൻഷൻ അടിക്കുന്ന അവസ്ഥയാണ്. ആദ്യത്തെ വരവിന് ശേഷം കുറേ നേരം പുള്ളിയെ പിന്നെ കാണാനില്ല. പടത്തിൻ്റെ ഒരു മൂഡ് പെട്ടെന്ന് മാറുന്നത് കാണുമ്പോൾ തന്നെ കഥയുടെ ഒരു പോക്ക് എങ്ങോട്ടാണെന്ന് നമുക്ക് ഊഹിക്കാൻ പറ്റും.